കായംകുളത്ത് നിന്ന് ഹുസൈൻ എന്നൊരു പ്രേക്ഷകൻ കൂടി നമ്മുടെ കൂടെ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഹുസൈൻ, ഇതിപ്പോൾ വളരെ നിർണായകമായ ഒരു തീരുമാനമൊക്കെ കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. എന്താണ് തോന്നുന്നത്? ഇതൊക്കെ നടപ്പിലാക്കുമോ? മാഡം, നല്ല തീരുമാനം നല്ലതാ കോടതിയുടെ. നമ്മുടെ ഇന്ത്യയുടെ നിയമങ്ങളും നല്ലതാ. പക്ഷെ അത് നടപ്പിലായ നല്ലതായിരുന്നു തന്നെ. സാധാരണക്കാരുടെ മക്കളാണ് ഈ വഴിയിൽ കിടന്ന് പട്ടി ഇട്ട് ഓടിച്ച് കടിച്ചു പറിക്കുകയും മരണപ്പെടുകയും ഇങ്ങനെ. ഹലോ, പറഞ്ഞോളൂ കേൾക്കാം. അപ്പൊ ഞാനൊരു പാചക തൊഴിലാളിയാണ്. ഞാൻ തന്നെ 3 പ്രാവശ്യം പട്ടി ഇടിച്ച് മറിഞ്ഞു വീണ ആളാണ്. എന്നെ പലരും പൊക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുള്ള ആളാണ്. അതെ, ഇതിപ്പോ സ്ഥിരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. പല സ്ഥലത്തും നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വിഷയം ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ കാണുന്നത്. അപ്പോൾ കോടതിയുടെ വിധി, തീർച്ചയായും കോടതിയുടെ തീരുമാനം വളരെ നല്ലതാണ്. പക്ഷെ അത് നടപ്പാക്കുമോ എന്നുള്ളൊരു ആശങ്കയാണല്ലേ? തീർച്ചയായിട്ടും. കാരണം ഒരുപാട് മൃഗസ്നേഹികളുണ്ട് മാഡം. അത് നടന്നാൽ നല്ലതായിരുന്നു. കുട്ടികളൊക്കെ നമ്മുടെ ചാനലിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളൊക്കെ ഒരുപാട് പേരെ ആക്രമിച്ചിട്ടുണ്ട്. നമ്മുടെ പരിസരങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. രാത്രി ആയി കഴിഞ്ഞാൽ പള്ളിയിൽ പോകാനൊക്കത്തില്ല, പട്ടി ഓടിക്കുക, നടക്കാനിറങ്ങാനൊക്കത്തില്ല, ആൾക്കാരെ ഓടിക്കുക, അങ്ങനെയുള്ള വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ തന്നെ 3 പ്രാവശ്യമാണ് പട്ടി ഇടിച്ച് താഴെ വീണത്. മാസങ്ങളോളം ഞാൻ വീട്ടിൽ ഇരിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഇന്നും പോയപ്പോഴെന്റെ മുമ്പേ പട്ടി ഉറുക്കിയാടിയതാ, അടൂരിന് പോയപ്പോ. അങ്ങനൊക്കെ ഉള്ള പ്രശ്നങ്ങളാ. ഇത് നടന്നു കിട്ടുമായിരുന്നെങ്കിൽ വലിയ ഉപകാരമായനെ. കൊല്ലണമെന്നല്ല പറയുന്നത്. ഇതിന് വന്ധീകരിച്ച് ഏതെങ്കിലും ഒരു ഭാഗങ്ങളിൽ കൊണ്ട് എത്തിക്കുക. അതാണ് നല്ലൊരു കാര്യമാ. തീരുമാനം നല്ലതാ കോടതിയുടെ. പക്ഷെ ഇത് നടന്ന നല്ല കാര്യം തന്നെ. കുറെ ബുദ്ധിമുട്ടുകൾ ഒഴിവായി കിട്ടിയാലും വേണം.